നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടക മാസമാണ്. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ മാസമാണെന്ന് പറയുന്നു. കർക്കിടകവും ആരോഗ്യ സംരക്ഷണവും എങ്ങനെയായിരിക്കണം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് തൃശൂർ ആയുർവേദ മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറും ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർ ഹോമിലെ ചെയർമാൻ കൂടിയായ ഡോക്ടർ മധുസൂദനൻ. ഡോക്ടർ നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആരോഗ്യ സംരക്ഷണത്തിനാണെന്ന് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണ് ഈ കർക്കിടകവും ആരോഗ്യ സംരക്ഷണവും ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? സാധാരണ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിൻ്റെ കർക്കിടക സംക്രാന്തി എന്ന് പറയും. നമ്മൾ പണ്ട് മുതലേ കേരളത്തിലൊരു സംസ്കാരമുണ്ട്. നമ്മൾ കർക്കിടക സംക്രാന്തിക്ക് എല്ലാ വീടിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ട് അത് പുറത്തു കൊണ്ടുപോയി കളയുക എന്നുള്ളതുണ്ട്. വീടും അതുപോലെ ചുറ്റുപാടുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നുണ്ട്. ഇതിൽ ഒരു അർത്ഥം കാണുന്നത്, നമ്മൾ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മ ഋതു കഴിഞ്ഞ് വർഷഋതുവിലേക്ക് വരികയാണ്. അപ്പം മഴക്കാലമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ മഴക്കാലജന്യ രോഗങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കർക്കിടക സംക്രാന്തിക്ക് നമ്മൾ കൂടുതൽ എല്ലാ ഭാഗവും വീടും പരിസരവും എല്ലാം ശുദ്ധിയായി വയ്ക്കുക. ഇതാണ് കർക്കിടക സംക്രാന്തി. പിന്നെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തേക്കായി സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കർക്കിടക രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന അവസ്ഥ. അന്ന് മഴയുണ്ടാവും. നമുക്ക് ശാരീരികമായിട്ട് എല്ലാം ആയുർവേദ രീതി പ്രകാരം വാദം, പിത്തം, കഫം ദോഷങ്ങൾക്കെല്ലാം വളരെയധികം വീക്കായിരിക്കുക, നമ്മളുടെ മനസ്സും ശരീരവും വളരെ വീക്കായിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ കർക്കിടക കാലം. അതുപോലെ തന്നെ നമ്മുടെ അഗ്നി മനസ്സ്, നമ്മുടെ ഡൈജസ്റ്റീവ് പവർ, ഈ ഡൈജസ്റ്റീവ് പവറൊക്കെ വളരെയധികം മന്ദഗതിയിലായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കർക്കിടക കാലം. ഇതിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കർക്കിടക ചികിത്സ പറയുന്നുണ്ട്, കർക്കിടക കഞ്ഞി പറയുന്നുണ്ട്. കർക്കിടകം വെച്ചിട്ട് ഒരു മാസത്തെ പേര് വെച്ചിട്ട് തുടങ്ങുന്ന പലയധികം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ രാമായണ മാസം, കർക്കിടകത്തിലെ രാമായണം വായിക്കുക, പത്തിലക്കറി കൂട്ടുക, ദശപുഷ്പം ചൂടുക, അങ്ങനെ കുറേ ഈ മാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആയുർവേദ രീതി പ്രകാരം നമുക്ക് ഗ്രീഷ്മ ഋതു കഴിഞ്ഞ് വർഷഋതുവിലേക്ക് മാറുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാവിധ രോഗങ്ങൾക്കും കാരണമാകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ വളരെ ലോ ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഈ സമയത്ത് ഒരു വർഷത്തിൽ മറ്റുള്ള മലയാള മാസത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. ഈ വർഷത്തിലെ ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാരം നിന്നും വിഹാരങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ ശരീരത്തിൽ അമിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ പുറന്തള്ളി ശുദ്ധീകരിച്ചിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് തയ്യാറെടുക്കുന്ന ഒരു കാലം കൂടിയാണ് കർക്കിടക മാസം. ആരോഗ്യപരമായിട്ടൊരു റീഫ്രഷ്മെന്റ് ചെയ്യാന്നുള്ളതാണ് വളരെ ഇതാണ്. അതാണ് സത്യത്തിൽ എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ഈ കർക്കിടക സംക്രാന്തിക്ക് ചെയ്യുന്നത് മഴക്കാലജന്യ രോഗങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ പരിസരമെല്ലാം ശുചീകരിച്ചിട്ട് അത്തരം ഇപ്പം നമുക്ക് ഒത്തിരി മഴക്കാലജന്യ രോഗങ്ങളായിട്ട് കൊതുകുകൾ പരത്തുന്ന ഒത്തിരി പനി തന്നെ പല വിധത്തിലുണ്ട്. അപ്പോൾ അതിനെല്ലാം മാറ്റുക, അതിനെല്ലാം ഒരു അറുതി വരുത്താൻ എത്രയോ മുമ്പ്, നമ്മൾ വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മൾ കേരള സംസ്കാരത്തിന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാനസികമായിട്ട് വളരെയധികം നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ അടച്ചു പിടിച്ചുള്ള മഴയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ രാമായണ മാസം എന്ന് പറയുന്നത്, ഇത് രാമായണം എന്നുള്ള ഒരു ഹിന്ദു ഒരു മതത്തിനെ മാത്രമല്ല, ബൈബിളായാലും ഖുറാനായാലും ഇതെല്ലാം വായിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താൻ ഈ മാസങ്ങൾ ഉപയോഗിച്ചാൽ നമ്മളെ മനസ്സിൽ സംഭവിക്കുന്ന ഒരു അസന്തുലനാവസ്ഥ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ശാരീരികമായിട്ട് നമ്മളെ അമിഞ്ഞുകൂടുന്ന ദോഷങ്ങളെ, ഈ വാദം കോപിക്കുക എന്നുള്ള ഒരു അവസ്ഥയുണ്ട് നമുക്ക്. ആ സമയത്ത് കർക്കിടക ചികിത്സ
ഇപ്പൊ കർക്കിടക മാസത്തില് പലവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണല്ലേ? വളരെയധികം കൂടുതലാണ്. ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് പഞ്ചകർമ്മ ചികിത്സകളാണ്. നമ്മുടെ ശരീരത്തിൽ അമിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസ്, നമുക്ക് ഭക്ഷണ രീതികൾ, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഇപ്പോൾ ടോക്സിൻസ് ഉണ്ടെന്നുള്ളതാണ്. അതെല്ലാം പുറന്തള്ളാൻ പറ്റി ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കർക്കിടകമാണ്. ഈ കർക്കിടകത്തിൽ സാധാരണയായിട്ട് നമ്മൾ പഞ്ചകർമ്മ ചികിത്സകളാണ് വിധിക്കാറ്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഉള്ള എല്ലാ വിഷാംശങ്ങളെയും പുറന്തള്ളി എല്ലാ സെൽസിനെയും റിജുവിനേറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ കർക്കിടക ചികിത്സ. ഇതുപോലെ തന്നെയാണ് നമ്മളെ അഗ്നി, അതായത് ഡൈജസ്റ്റീവ് പവർ. നമുക്ക് എപ്പോഴും ഒരു രോഗങ്ങൾക്കും കാരണമായിട്ട് ആദ്യം നോക്കുക ആയുർവേദം അഗ്നിയാണ്. അഗ്നി വളരെയധികം നല്ല രീതിയിൽ ഇരിക്കണം എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അപ്പോൾ ഈ അഗ്നിയുടെ ഭാഗമായിട്ട് നമ്മൾ ഔഷധക്കഞ്ഞികൾ പറയുന്നുണ്ട്. ഔഷധക്കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ അരിയാറാതി 6 തരം അരികളുള്ള, പിന്നെ അയമോദകം, അങ്ങനെ കുറേ ഒരു കൂട്ടാണ് ഔഷധക്കഞ്ഞിക്കുട്ടി. ഇന്ന് വിപണിയിൽ വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിന് ഇപ്പോൾ ഈ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ കഴിക്കുന്നത് ഔഷധക്കഞ്ഞിയാണ്. കാരണം കൂടുതൽ വീടുകളിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാക്കറ്റ് ആയിട്ട് ഒരുപാട് വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് ആ പാക്കറ്റ് വാങ്ങി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അതിന്റെ ഒരു ശാസ്ത്രീയത എന്താണ് ഡോക്ടർ? സാധാരണ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്ക് 6 തരം അരികൾ, അതേപോലെ തന്നെ അയമോദകം, ശതകുപ്പ, അങ്ങനെ കുറേ ഒരു ഔഷധ കൂട്ടുകളുണ്ട്. ഇത് നമ്മൾ കുറുന്തോട്ടിയുടെ കഷായത്തിൽ അരി വിവിച്ചതിന് ശേഷം ഇത് മേമ്പൊടിയായി ചേർക്കും. ഈ ഔഷധ ചൂർണം അതിലിട്ടിട്ട് നമ്മൾ തിളപ്പിക്കും. അത് കഞ്ഞിയായി വെച്ചതിന് ശേഷം അതിൽ വെന്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർക്കാറുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നെയ്യിൽ ചുവന്ന ഉള്ളി താളിച്ച് അതിലിട്ട് അത് ഒരു കപ്പ് കഴിക്കലാണ് ഏറ്റവും ആദ്യത്തെ. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം എന്നല്ലാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള അഗ്നി ദീപ്തമാവും, അതായത് വർദ്ധിക്കും. നമുക്ക് അഗ്നിദീപ്തമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനൽസ് മുഴുവൻ ആ ഒബ്സ്ട്രക്ഷൻസ് മാറി വളരെ ആക്റ്റീവായിട്ടുള്ള സെൽസായിട്ട് മാറാൻ കഴിയും. അതാണ് അതിൻ്റെ ശാസ്ത്രീയത. അപ്പോൾ സാധാരണ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കർക്കിടക ചികിത്സ ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന അല്പം നല്ലെണ്ണ തൊട്ടിട്ട് ഏത് തരം തൈലങ്ങളായാലും ഉപയോഗിച്ച് തലയിലും ചെവിയിലും കാലിൻ്റെ പാദത്തിലെല്ലാം തൈലം തേച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഔഷധക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ശാന്തമാവും എന്നുള്ളതാണ്. നമ്മൾ ഈ പാരായണങ്ങൾ, രാമായണ പാരായണമായാലും ഖുറാനായാലും ബൈബിളായാലും അത് വായിക്കാൻ പറ്റിയ സമയമാണ്. മുമ്പ് കാലത്ത് ഈ മഴ ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ ജോലിക്കാർക്ക് പുറത്തുള്ള ജോലിക്ക് സാധ്യത കുറവായതിനാലാണ് കൂടുതലായിട്ട് കർക്കിടക മാസം ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഈ കഞ്ഞി കഴിക്കുക എന്ന് പറഞ്ഞു, അത് വയറ് നിറച്ച് കഴിക്കുക ആണോ അതോ ഒരു ഔഷധം എന്ന രീതിയിൽ കഴിക്കുകയാണോ വേണ്ടത്? ഇത് നമ്മൾ ഔഷധ കഞ്ഞി എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ആയുർവേദ ശാസ്ത്രപ്രകാരം വയറിനെ നമ്മൾ 4 ഭാഗിക്കുകയും അതിൽ 2 ഭാഗം ഭക്ഷണം, അതിൽ 1/4 ഭാഗം വെള്ളം, 1/4 ഭാഗം വെറുതെ വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 4 ഭാഗത്തിൽ 8 ഭാഗമാണ് സാധാരണ നമ്മൾ കഴിച്ച് വരാറ്. അത് അനാരോഗ്യമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ബൗള് കഞ്ഞി ആണ് സാധാരണ കഴിക്കുക. അതിൽ തൃപ്തിപ്പെടണം. അത് ഏത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. ഏത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവാനും കഴിക്കാം. ഇത് നമ്മളൊരു ആഹാരമായിട്ട് തന്നെ കഴിച്ചാൽ മതി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ, നമ്മൾ ഏത് അസുഖങ്ങളുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ, അതുപോലെ തന്നെ ഈ ഔഷധക്കഞ്ഞി ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ദഹനം അത് വളരെ അധികം ബൂസ്റ്റ് ചെയ്യും, വളരെയധികം വർദ്ധിക്കും. ഇത് ഭാവിയിൽ നമ്മളെ എല്ലാ ആമാശയത്തിലായാലും പക്വാശയത്തിലായാലും എല്ലാവിധ ടോക്സിൻസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി വൃത്തിയായി സൂക്ഷിക്കും. വൃത്തിയായിട്ടുള്ള ഇനിയുള്ള
ഈ വർഷത്തിൽ അടുത്ത വർഷം വരെയുള്ള ഇതിന് നമ്മൾ തയ്യാറെടുക്കുക കൂടിയാണ് ഈ ഔഷധക്കഞ്ഞിയുടെ ഗുണം. ഇപ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും ഗുണമുള്ളതാണെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ കരുതി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചികിത്സകൾ ചെയ്യുക എന്നതാണോ, അതോ ഒരാളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണോ? എനിക്ക് പ്രത്യേകിച്ച് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കർക്കിടക മാസം എന്ന് പറയുന്നു. പക്ഷെ എല്ലാ ആളുകൾക്കും അത്തരത്തിലുള്ള ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇന്ന് ചികിത്സാ ചെലവ് വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സാധാരണക്കാരന് ഒരു ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഭാരമായി തീരാനുള്ള സാധ്യതയുണ്ട്. കഴിയുമെങ്കിൽ അത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിവുള്ളവർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്ന അഭ്യംഗം മീൻസ് നമ്മൾ എണ്ണ തേച്ച് കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിലും അതേപോലെ ശരീരത്തിലും കാലിൻ്റെ അടിയിലും എല്ലാം എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദം നിത്യം ആചരിക്കാൻ പറയുന്നതാണ് തലയിലും ചെവിയിലും പാദത്തിൻ്റെ അടിയിലും എണ്ണ തേപ്പ്. ഇത് നമ്മൾ തലയിൽ തേക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മളെ തലച്ചോറിനെ വളരെ കൂളായിട്ട് സംരക്ഷിക്കുന്നതും, അതേപോലെ തന്നെ ചെവിയിൽ ശിരശ്രവണ പാതേഷു എന്നാണ് പറയണത്. ശ്രവണം വരുമ്പോൾ ചെവിയിൽ നമ്മൾ എണ്ണ തേക്കണം എന്ന് പറയുന്നുണ്ട്. ചെവി സാധാരണ നമ്മളെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുകളാണ് ചെവിയിലുള്ളത്, ഇംഗസ് മാലിയസ് ടാപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ചെവികളുടെ എല്ലുകൾ എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏത് സൗണ്ട് കേട്ടാലും, ചെണ്ടയുടെ സൗണ്ട് കേട്ടാലും വീണയുടെ ശബ്ദം കേട്ടാലും അത് തിരിച്ചറിയാനും ഇതെപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഓസിക്കിൾസ്. അപ്പോൾ ഇതിന് അവിടെ ആയുർവേദ രീതി പ്രകാരം അവിടെ ഒരു വാദവൃദ്ധിക്ക് സാധ്യത ഉണ്ട്. ഈ വാദം വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ ഒരു ലൂബ്രിക്കൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതാണ് ശിരശ്രവണം. പാതേഷു എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൻ്റെ അടിയിലാണ്. നമ്മളെ എല്ലാ നെർവ് എൻഡിങ്സും ഉള്ളത് കാലിൻ്റെ അടിയിലാണ്. നമ്മൾ റിഫ്ലക്സോളജിയിലെല്ലാം പറയുന്നുണ്ട്. ആ കാലിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ തേക്കുമ്പോൾ അത് എല്ലാ നേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ശിരശ്രവണ പാതേഷു അഭ്യംഗ മാചരേ നിത്യം എന്നാണ് പറയണത്. അതുകൊണ്ടാണ് കാലിൻ്റെ അടിയിലും കൂടിയിട്ട് പുരട്ടാൻ പറയുക. ചില ആൾക്കാർക്ക് രാത്രി ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കും, അല്പം തൈലം എടുത്തിട്ട് അല്ലെങ്കിൽ നല്ലെണ്ണ എടുത്തിട്ട് കാലിൻ്റെ അടിയിൽ പുരട്ടി അല്പം നേരം തടവി കഴിഞ്ഞിട്ട് കെടുക്കൂ എന്ന് പറയും. അത് നല്ലൊരു ഉറക്കം കിട്ടാൻ കൂടി സഹായിക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു കർക്കിടക സമയത്ത് ഉഴിച്ചില് പിഴിച്ചില് ഇതൊക്കെ നടത്തണം എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ നടത്തി കഴിഞ്ഞാല് അത് തുടർന്നുള്ള വർഷങ്ങളിലും നടത്തണം എന്നുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചികിത്സാ ചെലവുകൾ വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ഇത്തരം ചികിത്സ നടത്താൻ സാധിക്കുമോ എന്നുള്ളതും പലരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇതിപ്പോൾ നമുക്ക് കഴിയുന്നവർക്ക് ചികിത്സ ചെയ്യണം. കാരണം ഈ പ്രത്യേകിച്ച് നമ്മളെ കൊറോണ കാലഘട്ടം കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ആരോഗ്യപരമായിട്ട് പലരും കോൺഷ്യസ് ആണ്. മാത്രമല്ല പ്രതിരോധ ശക്തി എല്ലാവരുടെയും ദിനം പ്രതി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ഇന്ന് പനി തന്നെ പലതരത്തിലുള്ള പനികളാണ്. കൊറോണയ്ക്ക് ശേഷം നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി ലെവൽ കുറയുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ രാജ്യം എന്നല്ല മറ്റെല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ എന്താണ് വേറെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത മാർഗം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇതിനെല്ലാവരും അവസാനം എത്തിയിരിക്കുന്നതിന് ആയുർവേദം തന്നെയാണ്. ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ ചികിത്സകൾ തന്നെയാണ് ഏറ്റവും പ്രസക്തിയുള്ളത്. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ അത് വളരെയധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൽ നമ്മളെക്കാൾ കൂടുതൽ റിസർച്ച് എല്ലാം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശരീരത്തിലും നമ്മുടെ ബ്ലഡിലും എല്ലാം വരുന്ന മാറ്റങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഈ പഞ്ചകർമ്മ ചികിത്സ. അപ്പോൾ അത്തരം കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഒക്കെ ഒതുങ്ങുമ്പോൾ ഏറ്റവും നല്ലത് തന്നെയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. നമ്മളെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മളെ പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള ആയുർവേദ ചികിത്സാ രീതി തികച്ചും പ്രത്യേകിച്ച് ഭാരതീയർക്ക് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഇത് ചെയ്യാൻ കഴിയുള്ളവർ ചെയ്യുക. സാധാരണയായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ എണ്ണ തേച്ച് കുളി
അതെല്ലാം കൃത്യനിഷ്ഠയായിട്ട് നമ്മൾ കർക്കിടക ചികിത്സയിൽ ചെയ്യും. അതിനത്ര വലിയ ഭാരിച്ച ഒരു ചിലവ് വരുന്നില്ല. അതെങ്കിലും ചെയ്ത് നമ്മൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഈ കർക്കിടക ചികിത്സ, കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരീരത്തിനെയാണ്. ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശരീരം ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഒപ്പം നമ്മുടെ ആമാശയഗതമായിട്ടുള്ള ഇതും നമ്മൾ ഭക്ഷണ രീതി, നമ്മളെ അഗ്നി, ഇതെല്ലാം നമുക്ക് പറയേണ്ടത്. നമ്മൾ ഔഷധക്കഞ്ഞി പറയുന്ന പോലെ തന്നെ 10 കറികൾ പറയുന്നുണ്ട്. ചേമ്പിൻ്റെ തണ്ട്, ചേന, തകര, അങ്ങനെ പറയുന്ന കുറച്ച് 10 ഇലകൾ വെച്ചിട്ടുള്ള ഇതുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നല്ല ഫൈബർ ഉള്ള കറിയാണ്. ഒപ്പം ഇതിനൊക്കെ നമുക്ക് ഇപ്പോൾ വളരെയധികം ഇതായിട്ട് പറയാം, നമുക്ക് HB ലെവല്, ഹിമോഗ്ലോബിൻ ലെവലൊക്കെ ഉയർത്താൻ വളരെ നല്ല ഔഷധങ്ങളാണ് ഈ ചേമ്പിൻ്റെ തണ്ട്, താള് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ജങ്ക് ഫുഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ രസമുണ്ടാവും, പക്ഷേ നമ്മളെ ആരോഗ്യം ആഫ്റ്റർ എഫക്റ്റ് വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. ഈ ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ഇതാണ്. ഞാൻ പലവർക്കും അത് കൊടുക്കാറുണ്ട്. അത് സൂപ്പൊക്കെ ആയിട്ട് പുതിയ ഡിഷായിട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അവരെ HB ലെവലിൽ വളരെയധികം അനീമിക്കായിട്ടുള്ള പേഷ്യൻസൊക്കെ വിത്തൗട്ട് കോംപ്ലിക്കേഷൻസിൽ വളരെയധികം ബൂസ്റ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ കൊടുത്തുവ, നമ്മൾ കൊടുത്തുവ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തിയ ചൊറിച്ചിലാണ്. ഈ കൊടുത്തുവ ചൊറിച്ചിലിനേക്കാൾ ഉപരി കൊടുത്തുവയുടെ ഇല അല്ലെങ്കിൽ കൊടുത്തുവയുടെ വേരുകൾക്കൊക്കെ ഈ നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ശക്തിയുള്ള ഔഷധങ്ങളാണ്. പ്രത്യേകിച്ച് കൊടുത്തുവയുടെ വേര് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പലർക്കും ഇയർ ഇംബാലൻസ് പോയിട്ടുള്ള തലതിരിച്ചിൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായിട്ടും മാറി കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഔഷധങ്ങൾ 10 കറി കൂട്ടുക, ഔഷധ കഞ്ഞി സേവിക്കുക. ഈ മാസങ്ങളിൽ നമ്മൾ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് ശരീരത്തിന് ഇനി വരുന്ന മാസങ്ങളിലേക്ക് തയ്യാറെടുപ്പ് കൂടിയാണ് കർക്കിടക മാസം. ഇപ്പോൾ സ്വയം ചികിത്സ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ആയുർവേദ ഷോപ്പുകളിൽ ചെന്ന് അവർക്കറിയാവുന്ന ആസവങ്ങളായാലും കഷായങ്ങളായാലും വാങ്ങി കഴിക്കുക എന്നത്, പ്രത്യേകിച്ച് കർക്കിടകത്തിൽ പോലും എല്ലാ വർഷവും ഇത് കഴിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ലതാണോ ഡോക്ടർ? ഒരിക്കലുമല്ല. പലപ്പോഴും പല കമ്പനിക്കാരുണ്ട് ഇന്ന് ഔഷധങ്ങളെ വെച്ചിട്ട് അതൊരു ബിസിനസ്സായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. രണ്ടാമത്, ഒരു ഡയബറ്റിക് പേഷ്യൻറ്റോ അല്ല ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP ഉള്ളൊരു പേഷ്യൻറ്റോ കടയിൽ കയറി ദശമൂലാരിഷ്ടം വേണം അല്ലെങ്കിൽ ബലാരിഷ്ടം വേണം എന്ന് പറഞ്ഞ് ഇത് ഞാൻ സ്ഥിരമായിട്ട് കുടിക്കണതാണ് എന്ന് പറഞ്ഞ് കുടിക്കുമ്പോൾ അവൻ്റെ ഷുഗർ ലെവൽ വളരെയധികം ഹൈ ആവും. ഒരിക്കലും അവന് കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളാവും മേടിച്ച് സ്വയം ഇഷ്ടത്തിന് കഴിക്കുക. അങ്ങനെയുള്ള ആര് തന്നെ ഇപ്പോൾ കർക്കിടക കഞ്ഞി അത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പോലെയാണ്, ഒരു ഭക്ഷണ രീതിയായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ 10 കറി അത് നമ്മൾ ഇലക്കറികൾ വെച്ച് കഴിക്കുന്നതിന് പോലെയാണ്. പക്ഷെ മരുന്നുകളായിട്ട് ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് നമ്മൾ സ്വയം ചികിത്സയുടെ പേരിൽ കഴിക്കുന്നത് വളരെ അപകടമാണ്. ആയുർവേദ ചികിത്സകരെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആയുർവേദ ആയതുകൊണ്ട് അത് ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ കൂടി പലർക്കും ഉണ്ട് ഡോക്ടർ. ഇതിൽ വളരെ സാധാരണ നമ്മൾ അതൊരു തെറ്റായ ധാരണ തന്നെയാണ്. ആയുർവേദത്തിൻ്റെ നമ്മൾ ക്വാളിറ്റി മെഡിസിൻ ക്വാളിറ്റി ഉള്ളതാവണം. ആ ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പല വ്യാധികൾക്കും അത് കാരണമാവും. അതുകൊണ്ടാണ് ശരിക്ക് ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഏത് കമ്പനിയുടെ ആണെന്ന് പോലും നോക്കണം. കാരണം പല വ്യാജ കമ്പനികളും ഇന്നുണ്ട്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാൻ പാടുള്ളൂ. കഴിക്കുന്നത് ചിലപ്പോൾ 2 ആൾ 2 തരത്തിലായിരിക്കാം, ഒരേ അസുഖമാവാം,
പക്ഷേ രണ്ടാൾക്കാണെങ്കിലും 2 തരത്തിലുള്ള മരുന്നുകളായിരിക്കാം അവർക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡോക്ടർമാർ. അവരുടെ ദോഷവും അവരുടെ പ്രകൃതിയും അനുസരിച്ചിട്ടാണ് ആയുർവേദം എല്ലാ മരുന്നുകളും നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ കർക്കിടക മാസത്തില് ഭക്ഷണക്രമം പോലും പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഡോക്ടർ ഈ ഒരു മാസത്തെ നമ്മുടെ ഭക്ഷണ രീതി? സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മഴ വന്നും മഴ പോയിരിക്കുമ്പോൾ നമ്മുടെ അഗ്നി, നമ്മുടെ ദഹന അത് ഒരു ഇംബാലൻസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഹെവി ഫുഡ്, പ്രത്യേകിച്ച് മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുകയാണ് ഈ കർക്കിടക മാസത്തിൽ നല്ലത്. ലഘുവായ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു തീ പിടിപ്പിക്കുമ്പോൾ ചെറിയ തീയിൽ ചെറിയ രീതിയിൽ പിടിപ്പിക്കണം. വലിയ ഒരു ചെറിയ തീയിലേക്ക് വലിയൊരു വിറകിട്ട് കഴിഞ്ഞാൽ ആ ചെറിയ തീയെ കെട്ടുപോവുകയാണ് ചെയ്യുക. അതേസമയം ആ ചെറിയ തീയെ ക്രമാതീതം ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുഴുവൻ കത്തിപ്പോവും. അപ്പോൾ അതുപോലെ ചെറിയതായിട്ടുള്ള ലഘു ഭക്ഷണങ്ങൾ കഴിക്കുകയും പ്രത്യേകിച്ച് സസ്യാഹാരങ്ങൾ, മത്സ്യമാംസം ഒഴിവാക്കുകയാണ് ഏറ്റവും അനുയോജ്യം. ഈ മാസത്തിലെ സൂപ്പുകൾക്കുള്ള പ്രാധാന്യം പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ സൂപ്പുകൾ കഴിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു മാസമാണ്. തീർച്ചയായിട്ടും സൂപ്പുകൾ കഴിക്കാം. നമ്മൾ ഈ കർക്കിടക കഞ്ഞി സാധാരണ കഴിക്കുമ്പോൾ കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കർക്കിടക കഞ്ഞി കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വളരെ ലഘു ഭക്ഷണമാണ് പറയണത്. വൈകുന്നേരം സൂപ്പ് അല്ലെങ്കിൽ കുറച്ച് മറ്റേ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ സുഖമായ ശരീരവും സുഖം തോന്നും, സുഖമായിട്ടുള്ള ഉറക്കവും കിട്ടും. ഇപ്പോൾ പലപ്പോഴും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി കഴിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തി നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇത് മരുന്നല്ലേ എന്ന് വിചാരിച്ച് കഴിക്കുകയാണ്. പക്ഷേ അതല്ല വേണ്ടത്, അതൊരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കണം. അതെ, അത് ഭക്ഷണ രീതിയായിട്ട് തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം കർക്കിടക കഞ്ഞി കഴിക്കുക. അല്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 5-8 ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് അതിൻ്റെ മുകളിൽ കർക്കിടക കഞ്ഞി കുഴിച്ചിട്ട് അതിന് കാര്യമില്ല. കർക്കിടക കഞ്ഞിയിൽ ഒതുക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ പക്ഷേ നമുക്ക് ആദ്യത്തെ 1-2 ദിവസങ്ങൾ തൃപ്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ക്രമാതീതമായിട്ട് കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ അത് മതിയാവും നമുക്ക്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് കർക്കിടക മാസവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയമാണ്. അപ്പോൾ എന്താണ് കർക്കിടക മാസം, അതിലെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഡോക്ടർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.